നീ ഇതെന്താണ് കാണിക്കണ? ഞാനേ ഇന്നലെ നൈറ്റ് ഓടിയോട് ഭയങ്കര ഉറക്കായിരുന്നു. നീ സ്റ്റാൻഡിൽ വന്നിട്ടാണ് ഉറങ്ങണത്? അല്ല, ഞാനൊരു കിടിലൻ സ്വപ്നം കണ്ട്. എന്തെന്ന്? അതൊക്കെ ഉണ്ട്. എടാ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. നീ ഇന്നലെ പെണ്ണ് കാണാൻ പോയില്ലേ? എന്നിട്ട് എന്തായി? പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ തന്നെ ഇഷ്ടമായി, വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായി. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള പെണ്ണിനെയല്ലേ നമ്മൾ കല്യാണം കഴിക്കണ്ട. നിനക്കാരെയാണ് ഇഷ്ടം? എനിക്കിഷ്ടം മീനുക്കുട്ടീനെ. അതേതാടാ ഈ മീനുക്കുട്ടി? നീയാണ് എന്റെ മീനുക്കുട്ടി. എടാ, എന്റെ പേര് സൗമ്യ എന്നല്ലേ, പിന്നെ മീനുക്കുട്ടി എന്ന് നീ മീനുക്കുട്ടി, ഞാൻ സുധി. നീ ഒരു കാര്യം മനസ്സിലാക്കണോട്ടാ. എടി, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണം, നീ ഓട്ടോറിക്ഷ ഓടിക്കണം. നമ്മൾ തമ്മിലാണ് കല്യാണം കഴിക്കേണ്ടത്. എടാ, എനിക്കൊന്നും പറ്റുമൊന്നുമില്ല. ഞാൻ നിന്നെ അങ്ങനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. നീ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. അതെനിക്കറിയാം നിനക്ക് പ്രാന്താന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് നേരത്തെ പോകും. എന്തേ? എടാ, അമ്പലത്തിൽ ഉത്സവം തുടങ്ങണല്ലേ, ഇനി പകലില്ലാണ്ട് ഓടണം. കുറച്ചേരം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാണ്. ഇന്നേ അമ്പലത്തിൽ ഒരു 9:30 അന്നദാനം ഉണ്ട് അമ്പലത്തിൽ. അയ്യേ, ഞാനങ്ങും വരികയല്ല. 9:30 ആകുമ്പോ ചോറൊക്കെ വളിക്കും. ഞാനൊരു 7 മണിക്ക് പോയിട്ട് പൊറോട്ട ബീഫും കഴിക്കും. ഫുഡ് അടിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്താണ്? നാടകത്തിന്റെ പേരാണ്. നാടകത്തിന്റെ പേരാണ് അന്നദാനം. അപ്പൊ നാളത്തെ നാടകം സമൂഹ സദ്യ. മറ്റന്നാ ബാലയല്ലേ? ബാലയുടെ പേരേട്ടാ പൊങ്കാല. എന്തായാലും കൊള്ളാം. എല്ലാ ഫുഡിന്റെ പേരാണല്ലോ സംഭവം. എടാ, നമ്മളൊക്കെ ഈ അന്നത്തിന് വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാൻ ശരിക്കും കഷ്ടപ്പെടുന്നത് എന്റെ മീനുക്കുട്ടിക്ക് വേണ്ടിട്ടാ. എടാ, നീ ഒന്ന് വെറുതെ ഇരുന്ന് പാടം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും ഞാനും ഒരാളാകും, കേട്ടോ നാളെ ഒരാളാകും, ഓട്ടോ പൈലറ്റ് പോലാകും, BAMAMBBS. എന്താണ് ഇവിടെ ചുറ്റിക്കളിയാണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല. അനിയ നീങ്ങി വന്നേ. എന്തേ? നീ പൈലറ്റോ കപ്പിത്താനോ എന്ത് വേണമെങ്കിലും അയക്കോ. നീയല്ലേ എന്റെ അമ്മേനെ ഇന്നലെ തലവേദനയായിട്ട് ആശുപത്രി കൊണ്ടുപോയി? ഞാനാ കൊണ്ടുപോയി. ആണല്ലോ. ഏതോ ഒരു കുഴിയിലൊക്കെ കൂടി ചാടിച്ച് ആ തള്ളയുടെ തല ചെന്ന് കമ്പിയിട്ട് ഇടിച്ചിട്ടേ 7 സ്വിച്ചാണ്. എന്നാ 3 ബൾബ് കൂടി ഇട്ടിട്ട് നല്ല രസമായിരിക്കും. സീരിയൽ ബൾബ് ഇട്ടാ നല്ല ഭംഗിയായിരിക്കും അമ്മേനെ കാണാനായിട്ട്. അതല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. എന്റെ മെമ്പറെ, പിന്നെ ഈ വഴി കൂടി എങ്ങനെ വണ്ടി ഓടിക്കാനാണ്? ഇങ്ങനെ ഓടിക്കണം. നിറയെ കുണ്ടും കുഴിയാണ് മെമ്പറെ. കുണ്ടും കുഴിയാണ്. നിന്റെ വർത്തനം കേട്ടാ ഞാൻ മാന്തി കുഴിച്ച പോലെ. ആ മെമ്പറിന് അങ്ങനെ പറയാ. ഈ വഴി കൂടി വണ്ടി ഓടിച്ചിട്ടേ എന്റെ വണ്ടിയുടെ ഗിയർ ബോക്സ് കംപ്ലൈന്റ് ആയി. ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഒന്നും ഇടാൻ പറ്റുള്ള എനിക്ക്. അതെ, നിനക്ക് ആരാ ലൈസൻസ് തന്നാരാണ്? പോസ്റ്റ്മാൻ. പോസ്റ്റ്മാനാ? അല്ലെങ്കിൽ ആർടി ഓഫീസിൽ നിന്ന് നമുക്ക് പോസ്റ്റ്മാനാണല്ലോ കൊണ്ടുവന്നത്. ഒറ്റ അടി വെച്ചാ നാട്ടല്ല തമാശ. നീ ഇങ്ങോട്ട് വന്നേ. എന്തിനാണ് നീ 4 ഗിയറും കൂടി ഒരുമിച്ചിരുന്നത്? 4 ഒരുമിച്ചിട്ടുകൊണ്ടല്ലേ കംപ്ലൈന്റ് ആയത്. ആദ്യമേ ഇത് ശ്രദ്ധിക്കും. ആദ്യമേ ഫസ്റ്റ് സെക്കൻഡ് ഇത് കംപ്ലൈന്റ് ആയതിനു ശേഷം മാത്രമേ തേർഡ് ഫോർത്ത് വിടാവുള്ളൂ. വണ്ടി ഓടിക്കാൻ അറിയാലേ? എങ്ങനെ മനസ്സിലായി? പറഞ്ഞപ്പോ മനസ്സിലായി. അതെ, അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ പെട്രോളിന്റെ വില റോക്കറ്റ് പോലെ മേളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ റോക്കറ്റ് നേരെ നിന്റെ വീട്ടിലേക്ക് വിട്ടുവരാം, മേളിലേക്കല്ലാണ്ട്. അതല്ല പറഞ്ഞത്. സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികളായി ഞങ്ങള് എങ്ങനെ മുതലാകുമെന്നായി പറഞ്ഞ ഞങ്ങൾക്ക് പെട്രോൾ എല്ലാം കൂടണമുണ്ട്. അതെ, ഈ വിവരം നിങ്ങൾ ഏതെങ്കിലും മന്ത്രിമാരെ വിളിച്ചോന്ന് പറയണം. മന്ത്രിമാരെ? പ്രധാനമന്ത്രിയെ വിളിക്കും. ആരാ? ഞാൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. പ്രധാനമന്ത്രിനെ? പിന്നല്ലാണ്ട് എനിക്കെന്താ വിളിക്കാൻ? താൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടാടോ? താൻ ചെറിയൊരു മെമ്പർ അല്ലേ? അല്ല സുഹൃത്തെ, ഇങ്ങോട്ട് വന്നേ. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് രാഷ്ട്രീയത്തിൽ. അല്ല, താൻ പ്രധാനമന്ത്രി ശരിക്കും കണ്ടിട്ടുണ്ടോ? ഞാനാ? മുഖത്തോട് മുഖം. എവിടാ? ടിവിയില? അല്ല, ടിവിയിൽ വാർത്തയില്. ഇവിടെ തനിക്ക് പ്രധാനമന്ത്രി ആരാന്നറിയാം? പ്രധാനമന്ത്രി പേരെന്താന്നറിയാം? വെറുതെ വലിയ തലമുറയുടെ രാഷ്ട്രീയക്കാരാന്ന് പറഞ്ഞിട്ട്. എനിക്ക് അയ്യോ പ്രധാനമന്ത്രി പേര്. പറ, പ്രധാനമന്ത്രി പേരെന്താ? പറ. എന്ത് ഇവിടെ കഴുതിരിക്കണോ? പറയണോ? വാച്ച് പോയെന്നാ? അല്ല, വാച്ച് പഞ്ചായത്തിൽ ഇരിക്കുന്നു. അത് പറയാൻ പാടില്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്താ? ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്താന്ന്? പ്രധാനമന്ത്രിയുടെ പേര് എന്നെ കൊണ്ട്. അയ്യേ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്താന്ന് പറയണോ? എനിക്ക് നീ എന്താണിത്? ഇവിടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പേരെന്താന്ന് പറയണോ? ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ വേണം. എന്ത് രാഷ്ട്രീയ പ്രവർത്തനാണോ? ഭയങ്കര തോൽവിയാട്ടോ താനൊക്കെ. ഹലോ, ഫോൺ പോക്കറ്റ് ഇരിക്കണല്ലോ. ഹലോ. 2 കുട്ടികൾ പാവങ്ങൾ. അത് നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആരാന്നറിയില്ലെന്ന്. എന്തോ രാഷ്ട്രപതി ആരാന്നാ? നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. കളികള്. എന്റെ പൊന്നോ. എടാ, അതെ, ലോഡ് അവർ കയറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഓട്ടം പോട്ടെ. നീ ഇന്ന് പോണാ? എന്നാണെങ്കിൽ ഓട്ടോയിൽ ഒരാളെ കാണണല്ലോ. അല്ല, നീ വൈകുന്നേരം അമ്പലത്തിൽ വരൂലേ? ഞാൻ വരും. അന്നോട്ട് ഞാൻ കാത്തിരിക്കും. വരുവന്ന് ശരിക്കും എന്നാണ് ഇഷ്ടമുണ്ടല്ലേ?
ഇത് അവിടെ പോയി കിടക്കണം. എന്തോ ഓടിയില്ലെന്ന് ഞാന് സൗമ്യ അല്ല അവള് പോണില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ വണ്ടി എടുത്തോണ്ട് പോവാലോ. നീ സൗമ്യയുടെ പുറകെ കറങ്ങി നടക്കാണ്ട് അല്ലേ? ഓട്ടം ഇല്ലടാ, അതുകൊണ്ടാണ്. ആ കൊള്ള. നീ വണ്ടി ഒന്ന് നോക്കടാ. ഇത് ഇന്നലെ ഇത്ര ദിവസമായി ഇത് മൂടിയിട്ടിരിക്കണം. അത് വേറൊന്നല്ലടാ, ഈ വീട്ടിൽ വണ്ടി കയറ്റാനുള്ള സ്ഥലമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് സ്റ്റാൻഡിലിട്ട് പോണു. ആരും കയറി കള്ളു കുടിക്കണ്ടെന്ന് കരുതിയാണ് ഇങ്ങനെ മൂടിയിടുന്നത്. മൂടിയിട്ട് തന്നെ അല്ലെങ്കിൽ ആൾക്കാർ ബാറാക്കിനും. ആ അതാണ്, വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണം, കുറച്ച് പണിയുണ്ട്. എന്റെ പൊന്നെ സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ. ഇതാരാ എന്റെ വണ്ടി ഇരിക്കണത്? നോട്ടം പോ, ആള് കയറി ഇരിക്കണല്ലോ. ഓട്ടം പോയിക്കോ. അതല്ല, എന്തോ ഒരു പന്തികേടുണ്ട് പുള്ളിയുടെ ഇരിപ്പ് കണ്ടിട്ട്. എന്താണ്? നീ ഒന്ന് നോക്കി. എന്താടാ ഇതാരെന്ന് പറയുമ്പോൾ ഒരാള് വന്നിരിക്കണത് വേണ്ട വേണ്ട. ഹലോ ഹലോ, എന്താ ആള് മരിച്ചിരിക്കണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ചിരിച്ചിരിക്കുകയാണ്. ചിരിച്ചല്ല, മരിച്ചിരിക്കണെന്ന് അനക്കമില്ല. മരിച്ചിരിക്കാണോ? നീ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? നിന്നാട് വൈരാഗ്യമുള്ള ആരാണ്ട തല്ലിക്കൊന്നുകൊണ്ടൊന്ന് വെച്ചതായിരിക്കും. എന്നോട് വൈരാഗ്യം ആരാണ് ഈ നാട്ടിലുള്ളത്? നിന്റെ അച്ഛനും വീട്ടുകാർക്കൊക്കെ നിന്നാട് വൈരാഗ്യല്ലേ? നീ വെറുതെ തമാശ കളിക്കില്ല ഈ സമയത്ത്. എനിക്ക് ടെൻഷനായിട്ട് മാറില്ല. പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറ. എടാ, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നീ കുറച്ചാലായിട്ട് പറയണ്ടല്ലേ നിനക്കൊരു പുതിയ ഓട്ടോ വേണമെന്ന് പറഞ്ഞില്ലേ? അതെ, എന്റെ ഓട്ടോ നീ ഫ്രീ ആയിട്ട് പട്ടിക്ക് വേണം. പോടാ അവിടുന്ന്. എടാ, എനിക്ക് കണ്ടിട്ട് പേടിയായിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ചെയ്യണം നീ. ഏടാ സേവനുണ്ടാ, നീ വിളിച്ചു പറഞ്ഞ? നീ ഞാൻ പറഞ്ഞൊന്നുമല്ല. നിമ്മി, നീ ഒരു കാര്യം ചെയ്യ. 100 കൂട്ടം ടെൻഷൻ ആയിട്ടാ ഞാൻ ഈ സ്റ്റേഷനകത്തിരിക്കുന്നത്. എടാ, നീ എന്തിനാ ഈ വീട്ടിലെ കാര്യമൊക്കെ എന്നെ വിളിച്ച് പറയുന്നത്? എടാ, ഇവിടെ പ്രതികളുടെ കൂടെ പോയി എനിക്ക് സമയമില്ല. അതിനാ നീ വീട്ടിലെ കൊച്ചിൻ്റെ കാര്യം വിളിച്ച് എന്നെ പറഞ്ഞ? എടി, നീ അവൻ്റെ പറഞ്ഞ് മനസ്സിലാക്കണി, എഴുന്നേറ്റ് പോവേ. നീ അവൻ്റെ കൊടുത്താ, നീ എനിക്ക് എന്നെ കരിയറിക്കാൻ നീ അവൻ്റെ കൊടുത്തേ. എടാ നാറി, മര്യാദയ്ക്ക് എഴുന്നേറ്റ് സ്കൂളിൽ പോക്കണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് എൻ്റെ സ്വഭാവം അറിയാല്ല. ഞാൻ വീട്ടിലോട്ട് വന്നാണ്ടല്ലോ ഇട്ടിച്ചാൽ ആവിയാൻ കലക്ക് ഞാൻ നിന്റെ നട്ടല് ഞാൻ വെള്ളാക്കിടും കേട്ടാ. മര്യാദയ്ക്ക് എനിക്ക് സ്കൂളിൽ പോയേക്കാം. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്നെ തനി സ്വഭാവം അറിയാമോ? ഞാൻ റാസ്കൽ. സാറാ, ആരെ വിളിച്ചത്? മോനെ. ആരുടെ മോൻ? എന്റെ മോൻ. അല്ല, പിന്നെ കരക്കാരുടെ മോനെ ഞാൻ വിളിക്കണ്ടായിരുന്നേ. അതല്ല, കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോ കുറച്ച് സ്നേഹത്തോടെ ഒക്കെ പറയാൻ പാടില്ല. ചേട്ടാ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ എനിക്ക് സ്കൂളിൽ പോകണമെന്ന് അവൻ അറിഞ്ഞൂടേടാ. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ. സാറ് പറഞ്ഞത് മോശമായി പോയെന്നാണ് പറഞ്ഞത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞ മോശമാണ് നീ തീരുമാനിക്കുന്നത്. അതല്ല സാറേ, കുറച്ച് സ്നേഹത്തോടു കൂടിയൊക്കെ പിള്ളേരല്ലേ. 6ാം ക്ലാസ് എന്ന് പറയുമ്പോ ആദ്യം സ്വന്തം മോനാണല്ലോ, അപ്പം ഇത്തിരി സ്നേഹത്തോടു കൂടി സംസാരിക്കണം എന്നാണ്. അതെ, മോശമായി പോയല്ലേ? അതെ. ഞാൻ പെട്ടെന്ന് ഈ കാക്ക കയറിയ എനിക്കിതേ കുഴപ്പം. ഞാൻ ഈ പ്രതികളോട് സംസാരിച്ചാലും വീട്ടിലേക്ക് വിളിച്ചേ. മോശമായി പോയി. കുഞ്ഞ് വിഷമായി കാണുമല്ലേ? ഭയങ്കര മോശമായി. ഇതെന്തൊരു കഷ്ടം. കുഞ്ഞ് ഒന്ന് വിളിച്ച് പറയാം, സ്നേഹത്തോടെ പറയാം. കുഴപ്പമില്ല, അവന് സന്തോഷമാകും. നിമ്മി ആ കുഞ്ഞിനെ കൊടുത്തടി. എടി, നമ്മുടെ കുഞ്ഞിന്റെ കുറി ഞാൻ കൊടുക്കൂടെ മക്കളെ. എടാ ചുഞ്ചിരി വാവേ, എടി കുക്കാമണി, എടി പപ്പി പുണ്ണാച്ചി. എടി, പിന്നെ മര്യാദയ്ക്ക് എനിക്ക് സ്കൂളിൽ പോകണം കേട്ടാ. ഇനി അഥവാ സ്കൂളിൽ പോയില്ലെങ്കിൽ അപ്പൊ വൈകിട്ട് വീട്ടിലോട്ട് വന്ന് നിന്നെ മുട്ടുകാലി ഞാൻ തല്ലി പഠിക്കും കേട്ടാ. എന്തായാലും നിന്റെ കൈയും കാലും വെട്ടിയെടുത്ത് ഞാൻ ഉപ്പിലിടും ഞാൻ. ഇനി അതും പറ്റിയില്ലെങ്കിൽ അപ്പൊ ഈ സ്നേഹത്തോടെ പിടിച്ച് നിന്നെ നട്ടല്ലേ വെട്ടി ഞാൻ വെള്ളമാക്കും കേട്ടാടാ റാസ്കലേ. കേട്ടോ ചക്കര ഉമ്മ സ്നേഹത്തിന് കൂടി പോയി സാർ. ഇപ്പൊ അവന് കാര്യം പറഞ്ഞില്ല, അവൻ എണ്ണിച്ച് പോയി കാണും. ഞങ്ങളെന്താ ഇവിടെ? സാറെന്താ ഇവിടെ? അത് കൊള്ളാടെ, എനിക്ക് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വരാൻ പാടില്ലേ? അതല്ല സാറ് സാധാരണ ജീപ്പിലാണല്ലോ പോണത്. എടാ, അതെന്തെന്നറിയാമോ? എനിക്ക് ഇപ്പൊ സ്റ്റേഷനിലോട്ട് ഒരു ഇൻഫർമേഷൻ വന്നു. അതായത് അതിനകത്തൊന്നുമില്ല. എടാ അതല്ലടാ, അതാ പാറത്തിന് താഴെ ഷെഡില്ലേ, ആ പഴയ ഷെഡിനകത്ത് കുറെ പിള്ളേർ ഈ കഞ്ചാവടി സ്നാച്ചിങ് പരിപാടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജീപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഓടി രക്ഷപ്പെട്ട് കളയും. അപ്പൊ ഒരു ഓട്ടോ കയറി ചെന്നാൽ കാക്ക കാണുമ്പോൾ അമ്മ വിചാരിക്കും കാക്ക മറ്റേ ഓട്ടോ ഡ്രൈവറാന്ന് വിചാരിക്കും. പിടിച്ചെങ്കിൽ കൊണ്ടുവരാം. നിന്നെ വിളിച്ചാ ഞാൻ ഓട്ടം പോയെ. എടാ, നിന്നെ വിളിച്ചാ ഞാൻ ഓട്ടം പോകാൻ. നിന്നെ വിളിച്ചാ ഞാൻ. അല്ല സാറ് പിന്നെ എടാ വിളിക്കുന്നവൻ പറ. നിനക്കെന്താ വന്ന? നിനക്കെന്താ ഓട്ടം വന്ന? അല്ല, ഞാൻ വേറെ ഒരു ഓട്ടം ഏറ്റുണ്ട് സാർ, അതാണ് പ്രശ്നം. ഏതോട്ടോ? ഇവനൊരു അത്യാവശ്യം ഓട്ടം ഉണ്ട്. എന്തോട്ടോ? ഇവിടെ അമ്മയുടെ അച്ഛന്റെ കല്യാണം, ഇവന്റെ അമ്മയുടെ അനിയത്തിയുടെ കല്യാണം. എത്ര മണിക്ക് കല്യാണം? 12:30, 1:30. ഉറപ്പിച്ച് പറയടാ, എത്ര മണിക്ക് കല്യാണം? 3 മണിക്ക്. ഉച്ചയ്ക്ക് 3 മണിക്ക്. കുഴപ്പമില്ല, 9 മണിയല്ലേ ഉള്ളൂ, സമയമുണ്ട്. നീ വാ. അല്ല സാറേ, ഞാൻ വരാം. എന്താണ് നിന്റെ മുഖത്തൊക്കെ രണ്ടിന്റെ ഒരു കളർ? ഒന്നുമില്ല സാർ. അതെ, ഇവന് പോലീസിനെ ഭയങ്കര പേടിയാ സാർ. അപ്പൊ നിനക്കോ? എനിക്ക് SIനെ മാത്രം. SI സർക്കിളിൽ എല്ലാം ഞാൻ റെഡിയാക്കി തരാം. സത്യം പറയാ, എന്താണ് വകുപ്പ്? സാറേ, സത്യം ഞാൻ പറയാം സാറേ. ഇവന്റെ ഓട്ടോറിക്ഷയിൽ ഒരാൾ ഇന്നലെ വൈകിട്ട് സാറേ ബാറിൽ നിന്ന് വന്ന സമയത്ത് എന്റെ ഹോട്ടലിൽ വന്ന് കയറി. അയാൾ കുറെ കള്ളും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ അവന് ഇറങ്ങണില്ല. അപ്പൊ വണ്ടി കിടന്ന് ഉറങ്ങാണ് സാറേ. അതാണ്. എടാ, ഇത് നിസ്സാര കേസല്ലേ ഇത്? ഇതൊക്കെയാണ് ഈ പൊതുജനങ്ങളുടെ കുഴപ്പം. എടാ, നമ്മൾ ജനകീയ പോലീസാണ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ. ഇപ്പൊ നിസ്സാര നമ്മളോട് പറയും. ഇപ്പൊ ഞാൻ എന്തെല്ലാം തെറ്റിദ്ധരിച്ച് ഇപ്പൊ നിങ്ങളുടെ കള്ളത്തര പാവം കൊണ്ട് ഞാൻ വിചാരിച്ച് നീയൊക്കെ ആരെയോ തല്ലിക്കൊന്ന് അതിനകത്ത് ഞാൻ വിചാരിച്ചു.
അല്ല ഇപ്പൊ സംഭവം അതല്ല, ഇപ്പൊ ഒരുത്തൻ വെള്ളം അടിച്ച് പൈസ തരായിരിക്കുന്നു. ഇതിപ്പോ വിഷയമില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കേസല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ഞാൻ അവനെ വിളിച്ചിറക്കിട്ട് സാറ് വിളിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങാൻ. അല്ല ഞങ്ങള് പറഞ്ഞു എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു ഇടിയം പൗത്രന്റെ സ്റ്റേഷൻ അതിർത്തിയാണ്. അവന് സാറിനെ പേടിയില്ല. സാറിന്റെ അച്ഛനും അമ്മക്കൊക്കെ ചീത്ത വിളിച്ചിട്ട് അപ്പളേ കിടന്നു. പിന്നെ സാറിന് മണക്കൂസാന്നൊക്കെ വിളിച്ചവൻ എന്നെയാ? അവൻ ഇവിടെ ഉള്ളതല്ലടാ അവൻ. ഇവിടെ ആളല്ല, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത് പറ. ഈ സ്റ്റേഷൻ പരിധിയാണ് അവൻ അറിയാലോ എന്നെ കുറിച്ച്. അതറിയാം. നിങ്ങൾക്ക് വേറെ സംഭവം അറിയാം? അച്ഛൻ മരിച്ചിട്ട് കിട്ടിയ ജോലി എനിക്ക്. അച്ഛൻ എങ്ങനെ മരിച്ചു? അച്ഛന് ചിലപ്പോ എനിക്ക് ജോലിയില്ലായപ്പോ അച്ഛന് വിഷം കൊടുത്ത് വന്നു. അങ്ങനെ സ്പോർട്സ് കോട്ടെ കിട്ടിയ ജോലിയാണ്. അല്ല അപ്പൊ അച്ഛൻ മരിച്ചിട്ട് കിട്ടിയാന്ന് പറഞ്ഞു. അച്ഛനെ വിഷം കൊടുത്ത് വന്നാൽ നാട്ടുകാർ കൊടുത്തു, അവന്മാർ ഓടിച്ച് അങ്ങനെ ഓടി സ്പോർട്സ് കോട്ടെ കിട്ടിയ ജോലിയാണ്. ശരി. അപ്പൊ അത് ഇവൻ അറിഞ്ഞൂടാ. ഇത് മാത്രമല്ല, കരാട്ടെ, കുംഫു, കളരിപ്പയറ്റ്, നാടനടി ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പോലീസുകാരനാണ് കേട്ടാ. എന്റെ ഒരു ഒറ്റ ഇടി എന്ന് വെച്ചാൽ ഒറ്റ ഇടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാണല്ലോ 60 കിലോ വെയിറ്റാ കയറുന്നത്. ഇവിടെ വരും, ഇവിടെ ഒറ്റ ഇടിക്ക് 60 കിലോ വെയിറ്റ്. സാറിനെ കണ്ടാലും പറയും. ഇവിടെ മർമ്മം നോക്കിയിരിക്കാൻ ഒരു പോലീസുകാരെ അറിയാൻ പറ്റില്ല. എനിക്കറിയാം മർമ്മം കറക്റ്റ് ഞാൻ കൊടുക്കാം. ചുമച്ചുണ്ടല്ലോ അവന്റെ ഇടപാടി. ആണോ? സാറിനെ കണ്ടാലും പറയും. പറ. നീ ഒരു കാര്യം വിളി. നീ വിളിയറാ. ആരെ? അവനെങ്കിൽ വിളിച്ചിറക്കടാ. അല്ല അതെ പിന്നെ എഴുന്നേറ്റ് പോയിക്കോളൂ സാറേ. എടാ വിളിച്ചിറക്കടാ. ഞാൻ അവന്റെ ബോധക്കാട് പറയാം. എനിക്കിപ്പോ പോകണ്ടത്. നീ വിളിച്ചിറങ്ങി നമ്മുടെ നല്ല രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ അറിഞ്ഞൂടാ പുള്ളിക്ക്. അതാണ് കാരണം ഒരു അങ്ങനെ വേണം വെക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഉള്ള പ്രശ്നമില്ല. കുടിച്ചു കഴിഞ്ഞാൽ വയറ്റി കിടക്കണം സാറേ. സാറേ കാലിൽ നിലത്തുറക്കണ്ടവനെ എന്താ കാറ്റത്ത് അടിച്ചു കിടക്കണ കാറ്റാടി വരും. അല്ല സാറേ നേരെ ഇവൻ എന്നെ അറിയാൻ കേട്ടാ. അവൻ ചിരിക്കുന്നതാ നോക്ക്. എല്ലാരും കണ്ട് ചിരിക്കും. തോന്നുന്നു. അല്ല ഞാനിത് ശരിയാക്കി തരാം കേട്ടാ. ഇത് ഇടിയം പവിത്രന്റെ സ്റ്റേഷൻ പരിധിയാണ് കേട്ടോ. ഇവിടെ കയറി കുടിച്ച് മദ്യവെച്ച് വെളിവില്ല തോന്നിയാൽ കാണിച്ചാണ്ടല്ലോ. തോന്നിയാ കാണിക്കണ്ട നീ. എടാ ഇടിയം പവിത്രനെ അടിക്കണ്ടല്ലേ. ആ മസല പിടിച്ചു തോന്നിയാസം കൊണ്ടാണല്ലേ. 24 മണിക്കൂർ കഴിയാതെ അവന് ബോധം വരത്തില്ല. ഇനി ഏറി പോയാൽ 10 മിനിറ്റും കൂടെ. 24 മണിക്കൂർ 10 മിനിറ്റ്. അത് കഴിയുമ്പം അവനോട് പറയണം ഇടിയം പാത്രം വന്ന് ഇടിച്ചിട്ട് പോയി അവൻ സ്റ്റേഷനിൽ വന്നിട്ട് പോയാൽ മതി കേട്ടോ. പോയി സാറേ. ആ കിടക്കണ്ടാവൻ എവിടെ പോയി? അതല്ല സാറേ, ആൾ തീർന്ന് മരിച്ചുപോയി സാറേ. മരിച്ചുപോയി സാറേ. മരിച്ചുപോയി. അനക്കില്ല. പോടാ. സത്യം അനക്കില്ല. ഇടിയ സാർ അടിച്ചു. അങ്ങനൊന്നും അനക്കില്ല സാറേ. നോക്ക് ഉണ്ടാ. സംഭവം പിടിയിട്ട് എടാ തിരിച്ചെടുത്തേക്ക്. ഇത് സംഭവം പിടിച്ചത് ഞാൻ ഇടിച്ചിട്ട് മരിച്ചല്ലേ. ഇവ ആവശ്യമില്ലാതെ റബ്ബർ പാല് കുടിച്ചിട്ട് മരിച്ചാണ്. കണ്ടാ തട്ടിപ്പോ പന്ത് കണക്ക് പോണത്. സാറേ കരാട്ട പഠിച്ച ഗുണം എന്തായാലും സാർ. പോടാ ഉണ്ട്. കരാട്ട പഠിച്ചാൽ ഇടിച്ചു കഴിഞ്ഞാൽ ഇടപാട് തീരുവന്റെ. കളരിപ്പയറ്റാ. കരാട്ട 2 ദിവസം പോയാൽ പഠിക്കാൻ പറ്റും. കളരിപ്പയറ്റ കള്ളം പറഞ്ഞറിയാൻ വളരെ എന്ത്. എന്നാലും സാറിന് 60 കിലോന്റെ ഇടി അതാണ് ഇങ്ങനെ കിടക്കുന്നത്. 60 കിലോന്റെ ഇടിണ്ടല്ല അത് ഏറിപ്പോയാ 1.5 കിലോ. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തു. ഒന്നുമില്ല. 60 സാറ് പറഞ്ഞത്. സാറ് ഇവന്റെ മർമ്മത്തിൽ ഇടിക്കുമെന്ന് പറഞ്ഞ. ചർമ്മത്തിൽ ഇടിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ചെറുക്ക എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇവിടെ കിടന്ന് ചത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പെടലേക്ക് ആവുമല്ലോ. ഇത് ചുമ്മാ ചത്തിട്ടൊന്നും കാര്യം ചെയ്യും. പോലീസ് ചെറുക്ക ആരെങ്കിലും വരുവട്ടെ. ഇത് തമാശയും കളിയല്ലേ. എണ്ണീച്ച് പോ. വേറെ വിഷയം എണ്ണീച്ച് പോടാ. അവൻ പൊക്കോളൂ. ഒരു കാര്യം ചെയ്യും. പൾസ് ഒന്ന് ചെക്ക്. പേഴ്സ് ഞാൻ വന്നപ്പോഴേ നോക്കിയത് ഒന്നുമില്ല. പൾസ് ചെക്ക് ചെയ്യടാ. പൾസാ ഇതിനിടക്ക് അതൊക്കെ നോക്കട്ടെ. ഹലോ പൾസ് ചെക്ക് ചെയ്യാനാണ്, അല്ലാതെ അവന്റെ പൈൽസ് ചെക്കാനല്ലേ ഞാൻ പറഞ്ഞു. അല്ല എന്തുകൂടെ കാണിക്കുന്നത് എന്താന്നറിയോ സാറേ? ആരെങ്കിലും വരും. നീ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് സ്റ്റേഷൻ വിളിക്കണം. ഞാൻ ഇവിടെ എത്തിപ്പില്ല. പിന്നെ എന്താ പോലീസിനെ വിളിക്കുന്നത്? ലോക്കൽ കമ്മിറ്റി വിളിക്കാൻ വേണം. ആരും വിളിക്കണ്ട. ആരും വിളിക്കണ്ട. പിന്നെ എന്ത് ചെയ്യും സാറേ? ഞങ്ങൾ വന്നേ. ഇവര് പോലീസാണ്. നമ്മളൊന്ന് വാ സുഹൃത്ത്. എന്താ പറ. എന്നെ ഒന്ന് സഹായിക്കണം. പറ എന്ത് വേണം? കാരണം എന്താ ഇപ്പൊ നീ കഴിഞ്ഞ 2 സസ്പെൻഷൻ അങ്ങോട്ട് കയറി ഇരുന്നതേ ഉള്ളൂ. ഇനി പെട്ടെന്ന് ഈ കൊലപാതകത്തിന്റെ പേര് സസ്പെൻഷൻ ആയി കഴിഞ്ഞാൽ പണി പോകും, വിഷയമാവും. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ല, വേറെ വകുപ്പ് ആക്കിക്കോളാം. എങ്ങനെ സഹായിക്കാനായിട്ട്? എങ്ങനെ സഹായിക്കാനായിട്ട്? ഒരു 50,000 രൂപ അങ്ങ് തരും. 50,000 രൂപ 2 കൂടെ 1 ലക്ഷം രൂപ തരില്ല. പിന്നെന്താ പ്രശ്നം? 1 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ വരും. ഓക്കെ, 1.5 ലക്ഷം എനിക്ക് അവനെ കൊടുക്കും. 2 പേർ കൂടെ 1.5 ലക്ഷം. 3 ലക്ഷം രൂപ. 2 പേർ കൂടെ. 3 ലക്ഷം തരൂ. 3 ലക്ഷം രൂപ വരും. തന്നെയല്ല, അല്ല സാറിനല്ല, നിന്നെയാണ്. നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല.
അതെ 3 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞേക്കാണ്. ഞാൻ ഒരു കാര്യം പറയാം. തലേന്ന് ഒഴിവായില്ലേ ഇപ്പൊ? 3 ലക്ഷം കൊണ്ട് തീരൂല ഈ പരിപാടി. എന്താണ്? കഴിഞ്ഞ ന്യൂ ഇയർ നമ്മൾ കള്ളു കുടിച്ചോണ്ട് സ്റ്റാൻഡിൽ കൊണ്ട് ഡാൻസ് കളിച്ച്. അന്ന് നമ്മളെ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് തുള്ളിച്ച ആളാണ് ഇയാള്. ഇവിടെ ഇപ്പൊ ഇയാളെ കൊണ്ട് തുള്ളിക്കണം. എങ്ങനെ തുള്ളിക്കാനാണ്? ഒരു പണിയുണ്ട്. പോലീസ് കലാമേളക്കേ പുള്ളി ഒരു നാടോടി നൃത്തം കളിച്ച് ഭാര്യ 2 ഇരട്ട കുട്ടികളായിട്ട് അന്ന് വീട്ടിൽ പോയി ഭയങ്കര തോൽവിയാണെന്നാ പറഞ്ഞത്. എന്നാ അത് കളിക്കും. കളിക്കുവോ? അത് നിന്റെ എടുക്കൂല. ഈ സിറ്റുവേഷനിൽ പുള്ളി കളിക്കും. നീ വാ. അത് സാറേ പൈസയുടെ കാര്യമൊക്കെ ഓക്കെ, പക്ഷെ ആരെങ്കിലും വരും അതിന് മുമ്പ് സാറിന്റെ നാടോടി നൃത്തം ഒന്ന് കാണണം. ഞങ്ങൾ കണ്ടില്ല, സന്തോഷ് സാർ പറഞ്ഞാണ് സാർ കിടനായിട്ട് നാടോടി നൃത്തം കളിക്കുമെന്ന്. നീ വിളിച്ചു പറഞ്ഞു. അങ്ങനെ കളിക്കാൻ പറ്റില്ല. അത് ഒരു ഷാൾ ഇവിടെ ആരേ കിടന്ന ഷാള് സൗമ്യയുടെ ഷാൾ ഇവിടെ. ഈ സൗമ്യനെയൊക്കെ തമിഴ്നാട്ടിൽ കല്യാണം കഴിച്ചോണ്ട് പോയാൽ മതി. ഇത് മതിയാ, പെട്ടെന്ന് ആയിക്കോട്ടെ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സാറ് പ്രശ്നമാവട്ടെ. ഇത് ഞാൻ കളിച്ചോളാം, ഞാൻ വേറെ വിഷയമല്ല. എന്റെ ആഗ്രഹം സന്തോഷ് സാർ പറഞ്ഞ് കിട്ടില്ല, നമുക്ക് സജി മുതലെടുക്കാനുള്ള സജി. സാർ സിനിമ ഡയലോഗ് പറയാതെ കളിക്കാൻ നോക്ക്. ആരെങ്കിലും വില കത്തുമ്പോ താടി ഇവിടെ ഈ പാടുന്നിട്ട് ഈ പാടുന്നിട്ട്. ഓക്കെ ഓക്കെ, റെഡി 1 2 3. പപ്പടം, കണ്ണുള്ള പപ്പടം, കവിളുള്ള പപ്പടം, ആനപ്പപ്പടം, ചേനപ്പപ്പടം, മുളക് പപ്പടം, കുഞ്ഞ പപ്പടം, പിന്നെ കടുമുറ തിന്നുവാൻ മസാല പപ്പടം. പപ്പടം വേണമയ്യാനാണ് പണ്ടാരത്തി മുത്തുലക്ഷ്മി. ഉഴുന്നും കാരവും ഉപ്പും ചേർത്തരച്ച് പിട്ടുണ്ടാക്കി പപ്പടം പരത്തി കെട്ടുകളാക്കി ചന്തയിൽ പോകുമ്പോൾ അരക്കെട്ട് പപ്പടത്തിന് എന്താ വില? 7 രൂപ 50 പൈസ. സാറ് ഒരുത്തരെ തല്ലിക്കൊന്നിട്ട് സാറിന്റെ നാടോടി നൃത്തം കളിക്കാണ്. ഇതല്ല ഇതിന് മേലെ ഞാൻ കളിച്ചു. ഇന്നിപ്പോ വേറെ ടെൻഷൻ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതാ പറഞ്ഞ സംഭവം റെഡിയല്ലേ? പൈസയുടെ കാര്യം ഓക്കെ ഓക്കെ അല്ലേ? അപ്പളേ 1.5 ലക്ഷം അവന്, 1.5 ലക്ഷം എനിക്ക്. ഓക്കെ വാക്കുതാ. 1 ലക്ഷം അവന് 1 ലക്ഷം നിനക്ക്. ഞാൻ ഈ തൊണ്ടയിട്ട് അടിച്ചാൽ അമ്മക്കൊന്നും ഇല്ല. പിന്നെ സാറിനാ അമ്മക്കെന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, എമൗണ്ട് 5 ലക്ഷം ആക്കുക, എന്നിട്ട് 2 സാറെടുത്ത് 3 ആക്കാം. ഓക്കെ അപ്പൊ ഓക്കെ, നമ്മളെല്ലാം പറഞ്ഞ പോലെ ഇവനെ വൈകിട്ട് നേരെ അവിടെ കൊണ്ടുപോകുന്നു. പാടത്തിന് മേലെയും താഴ്ത്തിടാം. ഓക്കെ 50 ഓക്കെ ആയിക്കോളെ. കാശ് കറക്റ്റായിട്ട് തന്നെ സാറേ. അപ്പൊ ഓക്കെ ഡീൽ. ഓക്കെ ഡീൽ. നോ ഡീൽ. അവൻ ചത്തട്ടില്ല സംസാരിക്കുന്നു. അവനല്ലല്ല, ഇതാ കരിമ്പനക്കാട് സണ്ണി മെമ്പറുടെ നമ്പറിൽ. ഇത് കരിമ്പന്തല്ലേ തന്നെയാണല്ലേ? ഞാൻ ഇതൊക്കെ ആ കടയുടെ അവിടെ നിന്ന് കാണിയായിരുന്നു. നാടകൃതത്തെ അടിച്ച ഫാൻസ് വരുന്നുണ്ടോ? കിടക്ക് കളഞ്ഞു. എന്തോ അല്ല, ഞാൻ എന്റെ നാടകൃത്തിന്റെ ഫാൻസ് മാറിയില്ല. ഒരാളെ പട്ടിയെ പോലെ തല്ലിയിട്ടാണ് ഈ കിടന്ന് പറയണത്. ആര്? ഈ ആളെ തല്ലിക്കൊല്ലണം ഞാൻ അവിടെ നിന്ന് കണ്ടതാണ്. എന്നിട്ട് എന്റെ അടുത്ത് കൂടുതൽ കഥ എന്ന് പറയാം. പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്തു. അല്ല, അത് വേറെ ഒന്നുമല്ല. ഇതിപ്പോ ഞങ്ങൾക്ക് 3 പേർ കൂടെ ഒരു കയ്യബദ്ധം പറ്റി. 3 പേർക്കാ? എനിക്കൊരു കയ്യബദ്ധം പറ്റി, അത്രേ ഉള്ളൂ. അല്ലാതെ സാറേ ഡീൽ ചെയ്തോ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 75,000 രൂപ തരും. 75,000 രൂപ തരും. 1 ലക്ഷം രൂപ. 3 പേർക്ക് കൂടെ 1 ലക്ഷം രൂപ മതിയോ? 3 പേർക്കും കൂടെ 1 ലക്ഷം രൂപയാണ് ഞാൻ ഈ സംഭവം ഒതുക്കി തരും. പിള്ളേരെ പറഞ്ഞു ഉറപ്പിക്കൂ. ഞാൻ പറഞ്ഞ അപ്പുറത്തേക്ക് പോകില്ല അവര്. ഓക്കെ ഓക്കെ. സംഭവം ആള് വരണ്ടിരിക്കുന്നു. ഞാൻ ചെന്നൊരു നോട്ടം നോക്കിയപ്പോൾ ആള് പേടിച്ചു. നിങ്ങൾക്ക് കുറച്ച് കാശിനോട് ബുദ്ധിമുട്ടൊന്നും ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് 3 പേർക്കും കൂടി 1 ലക്ഷം രൂപ തരികയാണെങ്കിൽ പ്രശ്നം ഒതുക്കി തരാന്ന് പറഞ്ഞു. താൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണ്. എന്താ 1 ലക്ഷം രൂപ 3 പേർക്ക് 1.5 ലക്ഷം വീതം ഞങ്ങൾക്ക് 2 പേർക്ക് 3 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ താൻ എന്ത് രാഷ്ട്രീയക്കാരൻ? പോയിടോ. 3 ലക്ഷം രൂപ വേണമെന്ന് അവർക്ക്. അല്ല, അവർക്ക് 3 ലക്ഷം രൂപ കൊടുക്കാം. എനിക്ക് 1 ലക്ഷം രൂപ തന്നെ. അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും കൂടെ എടുത്തു വെച്ചാൽ പൈസ ഇല്ല. 1 ലക്ഷം രൂപ ആരെങ്കിലും വന്ന് ഓക്കെ. നിങ്ങൾക്ക് 3 ഇവിടെ 1 മൊത്തം 6 ലക്ഷം. അല്ല, മൊത്തം 4 ലക്ഷം. എന്റെ 2 ലക്ഷം അവിടെ കിടക്കി. അതെന്താ ഞാൻ എന്താ ഇത് സംഭവത്തെ കുടുങ്ങിയത് ഞാനാണ് എസ് ഐ. അപ്പൊ ഞാൻ മേലെ കഴിയുക അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ തൽക്കാലം ഈ ഇവനെ എടുത്ത് ആ ഓട്ടയ്ക്ക് അത് മറവ് ചെയ്ത് വെക്കുന്നു. വൈകുന്നേരം സായസന്ധ്യയിൽ നമ്മൾ പിന്നെ പാലത്തിനെടുത്ത് കൊണ്ടുപോകും. മേലെ നിന്ന് താഴ്ത്തി വിടും വെള്ളത്തിൽ. എന്നിട്ട് ഞാൻ പറയും ആത്മഹത്യ ചെയ്യാൻ വെള്ളത്തിൽ ചാടിയാന്ന് പറഞ്ഞു ഞാൻ മാസം എഴുതി അങ്ങ് വിടും. പഞ്ചായത്തിൽ കേസിട്ട് ഞാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഹലോ, എല്ലാം പറഞ്ഞോലെ ഒരു ഓട്ടം പോവോ? ഇപ്പൊ ഓട്ടം പോയല്ല, കാശ് വേറെ കിട്ടിയാ. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞ പോലെയാണ്. വേറെ ഓട്ടം പോകുന്നു. ഓട്ടം പോകില്ല, ഞങ്ങൾ വേറെ പണിയിലൂടെ സാറേ ആ ഒരു ബാറിലോട്ടൊന്ന് ഒരു ഓട്ടം പോകാനാണ്. ഒരുത്തനെ വരട്ടി തന്നെയാണ് ഞാൻ ഈ കൈമ ജീവിക്കണേ. സാറേ ഒന്ന് പറ സാറേ. അയ്യോ പോയാ പിന്നെ എവിടെയോ കണ്ടതുപോലെ. എവിടെയെങ്കിലും കണ്ടോ?
അല്ല നീങ്ങളുടെ ഇപ്പൊ അവിടെ മരിച്ചു കിടന്നത്? ഞാൻ എവിടെയും കൊണ്ടൊന്നുമില്ല, ഞാനൊന്നുമില്ല മരിച്ചു കിടന്നത്. ചുമ്മാ ഞാൻ കണ്ടല്ലേ നിന്നെ അവിടെ ഇപ്പൊ അങ്ങോട്ട് പറ്റിയപ്പോ പോയി. നീ അവിടെ മരിച്ചു കിടന്നു. എന്റെ പൊന്നു സാറേ, ഞാനൊന്നും അല്ല മരിച്ചു കിടന്നത്. ഞാൻ ഇന്നലെ രാത്രി അടിച്ച് ഓഫായി പോയി. എന്നിട്ട് അടിച്ച് ബോധമില്ലാതെ ഞാൻ ഇവിടെ കിടന്ന്, എനിക്ക് എവിടെ കിടന്നെന്നോ നിൽക്കുന്നതെന്നോ എനിക്കൊന്നും ഓർമ്മയില്ല. ഇത് ഏതാ സ്ഥലമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതെ, ഏതാ സ്ഥലം സാറേ? സ്ഥലം ഞാൻ പറഞ്ഞാ നീ അങ്ങോട്ട് മാറി. ഞാൻ പറയണ സ്ഥലം ഞാൻ നില്ലടാ അവിടെ. അല്ല ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടേ. നീ വാ, ഞാൻ ശരിയാക്കാം. നീ വാടാ, ഇങ്ങോട്ട് വാടാ. ഇല്ലടാ സാറ് വിളിക്കണ. നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാ? അല്ല തന്നാ മേടിക്കും. അതെങ്ങനെയാടാ നീ ഇത്ര ഒപ്പിച്ച് വെച്ചു? ഞാൻ തന്നാ മേടിക്കാൻ. തന്നാ മേടിച്ചാ മതി. ഇങ്ങനെയാ അയ്യോ തോന്നിയാ നടക്കണ. നീ കൂടാ. അതെ ഇങ്ങോട്ട് വാ. ഞാൻ ഒരു കാര്യം പറഞ്ഞേ. നിനക്ക് എത്ര ലക്ഷം? അതല്ല അവന് കൊടുത്തല്ല, അവര് ഞാൻ മേടിച്ചോളാം. എന്നിട്ട് വേണം നിങ്ങൾ തമ്മി അതിന്റെ പേര് ഒരു തർക്കവും കാര്യങ്ങളും ഒന്നും വേണം. ഞാൻ തരാം, ഞാൻ തരാടാ. പിള്ളേരെ ഇടിക്കരുത്. വിട്ടൊരു പിള്ളേരെ ഞാനുണ്ട് ഇവിടെ. വിട്ടാ ഞാൻ ഈ മെമ്പർ ഇവിടെ ഉള്ള അത്ര കാലം നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ എങ്ങനെയുണ്ട് മെമ്പറിന്റെ മെമ്പറെ കൊണ്ടൊരു ഉപകാരം. നിന്നെ പിടിച്ചാൽ മതിയല്ലേ? അവരെ ഞാൻ വിട്ടിട്ട്. നിനക്ക് എത്ര ലക്ഷം വേണ്ട? നിനക്ക് എത്രയാണ് നിനക്ക് വേണ്ട? ഒന്നും പറയാൻ പറ്റില്ല. നിനക്ക് എത്ര ലക്ഷം വേണ്ട? സാറേ ആ പാവത്തുങ്ങൾ തല്ലു. ഒന്നുമില്ല. നീ ഇത് നീ ഒറ്റ കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. അയ്യോ എന്താ സാറേ, എന്താ പ്രശ്നം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലിൽ മദ്യവെച്ച് ബോധമില്ലാതെ ഏതെങ്കിലും ഓട്ടോയ്ക്കകത്ത് കയറി കിടക്കുവോ മറ്റുള്ള വാഹനങ്ങളിൽ വെച്ച് കിടന്നു കഴിഞ്ഞാൽ ആട്ടിച്ചിന്റെ ശരി പഠിച്ചോണ്ടല്ലോ. ഇവരിതെന്താ ഇത്? വൈറ്റ് നോവാ. 24 മണിക്കൂർ കഴിയാതെ എണ്ണിക്കത്തില്ല. 24 മണിക്കൂർ കഴിയാതെ എണ്ണിക്കില്ല. ചുണ്ടലി മോൻ, ചുണ്ടലി സാറേ ഇതിപ്പോ ശരിക്കും മരിച്ചു. ശരിക്കും മരിച്ചു പോയി നനക്കില്ല സാറേ. പോടാ, സത്യമായിട്ട് ഒന്ന് നോക്കിക്കേ സാറേ. ഇത് സംഭവം ശരിക്കും മരിച്ചില്ല. മരിച്ച്. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്ത് ചെയ്യാനാ? എന്താണ് ഇനിയിപ്പോ ഒറ്റ ഐഡിയ ഉള്ളു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരു 5 ലക്ഷം രൂപ വരും. ഇതെങ്ങനെയും ഒന്ന് ഒത്തുതീർപ്പാക്കി തന്നെ.